എൻ്റെ പേര് കൃഷ്ണജ, ഞാൻ പെരുമ്പാവൂർന്ന് വരുന്നു. എൻ്റെ പേര് അൻസു, ഞാൻ വൈക്കത്തു നിന്ന് വരുന്നു. ഞങ്ങൾ റീസെൻറ്റ് OET വിന്നേഴ്സാണ്. ഞങ്ങൾ നവംബറാണ് ഇവിടെ ജോയിൻ ചെയ്തത്. നവംബർ ബാച്ചായിരുന്നു. ഞങ്ങളെ ഇവിടുത്തെ ട്യൂട്ടേഴ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ പെർഫോം ചെയ്യാനും ഞങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നോർമൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 to 4:30 ആണ്. ബട്ട് ഒരു 5:30 വരെ നമുക്കിവിടെ നിൽക്കാം. അവർ എക്സ്ട്രാ മൊഡ്യൂൾസ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും. സ്പീക്കിംഗ് ആണെങ്കിലും റീഡിംഗ് ആണെങ്കിലും നമുക്ക് ഇവിടെ തന്നെ വീണ്ടും അഗൈൻ മെറ്റീരിയൽസ് എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ വീട്ടിൽ പോയിട്ടൊക്കെ ആണെങ്കിലും ആഫ്റ്റർ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവർ നമുക്ക് ഓൺലൈൻ വഴി ഇവർ അവൈലബിൾ ആയിരുന്നു. പേഴ്സണൽ ട്യൂട്ടേഴ്സ്, നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അവർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവർ റെഡി ആയിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഓർഗനൈസേഷൻ ക്ലാസ് മുതൽ നമുക്ക് എക്സാം ബാച്ച് വരെ എപ്പോഴും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും, എൻകറേജ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഈവൻ നമുക്കൊരു ന്യൂ ആയിട്ട് പഠിക്കാൻ വരുന്നവർക്കാണെങ്കിലും എല്ലാത്തിനെക്കുറിച്ചുള്ള നോളജ് അവർ തരുന്നതായിരിക്കും. ഞങ്ങളിവിടെ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് OETനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ നിന്നൊക്കെ ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു 1 week ഗ്രാമർ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ റൈറ്റിങ്ങിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഗ്രാമർ ക്ലാസ്സൊക്കെ. പിന്നെ ഞങ്ങൾക്ക് എക്സാം ബാച്ച് കയറിയപ്പോൾ ബാക്ക് ടു ബാക്ക് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ സ്പീഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് നല്ല ടഫുള്ളതാണ്. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ടൈമിലായാലും നമുക്ക് നല്ല ഈസി ആയിട്ടും ടൈം മാനേജ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ റൈറ്റിംഗ് ആണെങ്കിലും റീറൈറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും ക്ലാസ്സിന് ശേഷം. റീഡിങ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ബാക്ക് ടു ബാക്ക് മെറ്റീരിയൽസിലാണെങ്കിൽ പോലും എല്ലാ മെറ്റീരിയലിലും റീഡിങ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കിവിടെ ഗ്രാൻഡ് മോക്ക് ഉണ്ടായിരുന്നു. അത് എക്സാക്ട് OET എക്സാം എങ്ങനെയാണോ അങ്ങനെ ഒരു രീതിയിലായിരുന്നു ഗ്രാൻഡ് മോക്ക് ഇവിടെ നടത്തിയിരുന്നത്. അത് ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എക്സാം ഫിയർ കുറേയൊക്കെ ആ ഗ്രാൻഡ് മോക്ക് വഴി ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എക്സാം ബാച്ച് കയറി കഴിഞ്ഞപ്പോൾ മാരത്തോൺ സ്പീക്കിംഗ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 3 ട്യൂട്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ. പിന്നെ ആർക്കെങ്കിലും ഇനി OET പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് അജ്നോറ റെക്കമെൻഡ് ചെയ്യുന്നു. If you think IELTS or OET, I think Ajnora. Get set fly.